ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. കാർത്തികേയൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ആ ഒരു സമയം മുതൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, എൻ്റെ അതേ പ്രായമുള്ളവരുണ്ട്, അമ്മമാരുണ്ട്. അവർക്ക് എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. സ്വന്തമായി നമ്മളെ തന്നെ സ്നേഹിക്കുക. ഒരു വനിത എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ സൗന്ദര്യവതികളാക്കി വെക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മൾ തന്നെ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കാനും നമുക്ക് ചുറ്റും ഒരു ഐശ്വര്യമുണ്ടെന്ന് തോന്നാനും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഉയർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത്, പൂജകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നു. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴും ഇതേപോലെ ആഗ്രഹിച്ചൊരു ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം വഴക്കുണ്ടാക്കിക്കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഒരു പൂജ ചെയ്ത് എഴുന്നേറ്റാൽ അപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വഴക്കാണ്, പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം മിക്കവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ പൂജ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടായോ, അല്ലെങ്കിൽ ഞാൻ ആ പൂജ എൻ്റെ വീട്ടിൽ ചെയ്തത് ദോഷമായതുകൊണ്ടാണോ എന്നാണ്. അവരുടെ കുടുംബത്തിലുള്ളവരും അതേ കാര്യം തന്നെയാണ് അവരോട് പറയുന്നത്. നീ ഈ പൂജ ചെയ്തതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നം വന്നത്, നീ ഈ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നം വന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം. 9 ഗ്രഹങ്ങളിൽ അസുര ഗണ പട്ടികയിൽ ആദ്യം പെടുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഈ രാഹു ഭഗവാനാണ്. രാഹു ഭഗവാൻ നമ്മുടെ വീട്ടിൽ വളരെയധികം ഉച്ചത്തിൽ, അതായത് 100% ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാത്വിക ശക്തികളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കില്ലെന്നാണ് പറയുന്നത്. അതായത് ശിവഭഗവാൻ, മുരുകഭഗവാൻ, ലക്ഷ്മി ദേവി, ലളിതാദേവി ഇതുപോലെയുള്ള ദേവിമാരുടെ അനുഗ്രഹം നമുക്ക് കുറവായിരിക്കും. പകരം അസുര ശക്തികളുടെ ഗുണമാണ് നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീക ശക്തി നമ്മുടെ വീട്ടിൽ ഒരു ശകലം പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രവുമല്ല, ഇപ്പോൾ ഞാൻ ഓരോ പൂജകളൊക്കെ പറയുമ്പോൾ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്താൽ അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. അതുമാത്രവുമല്ല, ഇപ്പം 3 ദിവസമോ 4 ദിവസമോ അടുപ്പിച്ച് ചെയ്യേണ്ടുന്നൊരു പൂജയാണ്, അല്ലെങ്കിൽ 3 ചൊവ്വാഴ്ച 3 വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ടുന്നൊരു പൂജയാണെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് നിങ്ങൾക്കത് മുടങ്ങിപ്പോകും. ഒരുപാട് പേര് ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ കൊളുത്തിട്ട് ചോദിക്കാറുണ്ട്, 2 ദിവസം കൊളുത്തി 3-ാമത്തെ ദിവസം എനിക്ക് അസുഖം വന്ന് ഞാൻ കിടന്നു ചേച്ചി, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എനിക്കതൊരു 5 ദിവസത്തിൽ കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ രാഹു ഭഗവാൻ വളരെയധികം ഉച്ചത്തിലായിരിക്കും. എന്താണ് രാഹു ഭഗവാൻ നമ്മുടെ വീട്ടിൽ ഉച്ചത്തിലാണെങ്കിൽ, രാഹു ഭഗവാൻ ആക്റ്റീവ് ആണെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. രാഹു ഭഗവാനും പുറ്റും തമ്മിലൊരു കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ മെയിൻ ഡോറ് അതിനടുത്തായിട്ട് ഉറുമ്പിൻ്റെ പുറ്റ്, ഉറുമ്പിൻ്റെ കൂടെന്ന് പറയാം, ഉറുമ്പിൻ്റെ കൂട്, അതേപോലെ തേനീച്ചക്കൂട്, കുളവിക്കൂട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ രാഹു ഭഗവാന്റെ ആധിക്യം വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷണം, നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ പൂട്ട് നമുക്ക് നന്നായിട്ട് അടയ്ക്കാൻ പറ്റാതെ വരിക. അതായത് നമ്മൾ സാധാരണ ശ്രമിക്കുന്നതിനേക്കാട്ടിലും ഏറെ ബലം കൊടുത്ത് ഫ്രണ്ട് ഡോറ് അടയ്ക്കേണ്ടി വരിക. ഫ്രണ്ട് ഡോറിൻ്റെ പൂട്ടുകൾ ഒന്നെങ്കിൽ താക്കോല് നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ പൊട്ടലുകൾ വീഴുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ അടിക്കടി സംഭവിച്ചാലും രാഹു ഭഗവാൻ നമ്മുടെ വീട്ടിൽ വളരെയധികം ആക്റ്റീവാണ് എന്നുള്ളതാണ്. അടുത്ത കാര്യം, നമ്മുടെ വീടിനുള്ളിൽ ചുമര്, തറ, അതായത് ഭിത്തികൾ, തറയിൽ പൊട്ടലുകൾ ഉണ്ടാവുക. അതായത് വിണ്ട് കീറി നമ്മൾ നന്നാക്കിയാലും, അതായത് സിമെൻറ്റൊക്കെ വെച്ച് നമ്മൾ തേച്ചാലും എഗെയിൻ വീണ്ടും ഇതേപോലെ ചുമരുകളിൽ പൊട്ടലുകൾ വീഴുക, തറയിൽ പൊട്ടലുകൾ വീഴുക. അതേപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ ഒരു പൂപ്പൽ ബാധ പോലെ ഇരിക്കുക. ഫംഗസ് ബാധിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം ചില ആൾക്കാരുടെ ശരീരത്തിൽ ഈ പുഴു കടിച്ചിട്ടൊരുമാതിരി ചൊറിച്ചിൽ പോലെ വന്ന് ഇങ്ങനെ വട്ടത്തിലിരിക്കും.
അതേപോലെ നമ്മുടെ വീട്ടിൽ, പ്രത്യേകിച്ച് ചില വീട്ടിലൊക്കെ മഴക്കാലം വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പം ഈർപ്പം വന്ന് അത്രയും ഭാഗം നനഞ്ഞു കഴിയുമ്പം അവിടെ ഒരു ഫംഗസ് ബാധ വരും. ചെറുതായിട്ടിങ്ങനെ ഈ പുഴുവിൻ്റെയൊക്കെ പുറത്തുള്ളതുപോലെ രോമം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു രീതി, ആ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലെ ചുവരുകളിൽ ഉണ്ടാവുക. അത് മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്ത് പ്രത്യേകിച്ചും. ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ആ ഒരു അവസ്ഥ വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെയുണ്ടെങ്കിലും രാഹുഭഗവാൻ നമ്മുടെ വീട്ടിൽ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ മേടിക്കുന്ന വിളക്കുകൾ, നിലവിളക്കാണെങ്കിലും നിങ്ങളിപ്പോൾ പൂജാമുറിയിൽ എത്ര വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിലും അതിന് ഓട്ടയുണ്ടാവുക. അപ്പോൾ ഒരുപാട് കാലമൊക്കെ നമ്മൾ ഒരു വിളക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം തീർച്ചയായും അതിന് കിഴിച്ചിലുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയല്ല, ഒരു വിളക്ക് വാങ്ങിച്ചൊരു 5-6 മാസമായതേ ഉള്ളൂ, അപ്പോഴേക്കും അതിന് കുത്തലുകളും പൊട്ടലുകളും ഒക്കെ വീണ് എണ്ണ ചോരുക. അതേപോലെ തന്നെ അടിക്കടി നമ്മുടെ കയ്യിൽ നിന്ന് പൂജാ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് നിലവിളക്ക്, മണി പോലെയുള്ള സാധനങ്ങൾ ഒരു കാര്യവുമില്ലാതെ വീഴുക. നമ്മളൊക്കെ സാധാരണ പൂജയൊക്കെ ചെയ്യുമ്പോഴും വിളക്ക് കൊളുത്തുമ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇതൊന്നും തട്ടിമറിഞ്ഞ് വീഴരുതെന്നുള്ള പ്രാർത്ഥനയോടുകൂടി. പക്ഷേ ടക്കെന്ന് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി വീഴുക, പൂജാമണി പൊട്ടിപ്പോവുക, നമ്മുടെ കയ്യിൽ നിന്ന് പെടുന്നനെ താഴോട്ട് വീഴുക. ഇതൊക്കെ രാഹുഭഗവാൻ നമ്മുടെ വീട്ടിലും ഉച്ചമാണെന്നുള്ളതാണ്. അതേപോലെ അടിക്കടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക നമ്മുടെ വീട്ടിൽ. പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക് ഉപകരണം പെട്ടെന്ന് എപ്പോഴും കേടാകുക. ഇപ്പം ഇന്ന് നമ്മുടെ ഫ്രിഡ്ജ് കേടായി, നമ്മളത് നന്നാക്കി 2 ദിവസം കഴിയുമ്പോഴേക്കും മിക്സി കേടാകുന്നു, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ബോർഡിന് പ്രശ്നം വരുന്നു, ഫാന് കംപ്ലൈൻറ്റ് വരുന്നു. അങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എപ്പോഴും കേടായിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള വീട്ടിൽ രാഹുഭഗവാൻ വളരെയധികം ഉച്ചമാണെന്നും നമ്മുടെ വീട്ടിൽ ദൈവികമായിട്ടുള്ള യാതൊരു ശക്തിയും ഇല്ല എന്നുള്ളത്. അങ്ങനെയുള്ള വീട്ടിൽ നമ്മൾ വിളക്കൊക്കെ കൊളുത്താൻ പറ്റും, പക്ഷേ നമുക്ക് ഒരു രീതിയിലുള്ള പൂജകൾ ചെയ്യാനോ ആ പൂജകൾ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനോ, അതേപോലെ തന്നെ പൂജയ്ക്ക് ശേഷമുള്ള വഴക്കുകളും പിണക്കങ്ങളും, ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന വഴക്കുകളും പിണക്കങ്ങളും, പോകുന്ന ക്ഷേത്ര ദർശനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരിക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുമാത്രവുമല്ല, ആ വീട്ടിൽ താമസിക്കുന്ന ആർക്കും തന്നെ ആരോഗ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ വളർത്തുമ്പം അവർ ചത്തുപോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് അവരെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീട്ടിലും രാഹുഭഗവാന്റെ ആധിക്യം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്ന പെറ്റ്സിനാണെങ്കിൽ, അതിപ്പോൾ പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും മനുഷ്യരാണെങ്കിലും അവർക്ക് ആരോഗ്യക്കുറവുണ്ടാകും. അവർക്ക് എപ്പോഴും ഡോക്ടറെ പോയി കാണാനും, എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ നമുക്കെപ്പോഴും രോഗമായിരിക്കും. എനിക്കെപ്പോഴും രോഗമാണ് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ആൾക്കാർ. അതുമാത്രവുമല്ല, ഇപ്പം നമ്മൾ ഒരു പൂജ കണ്ടു, ദൃഢനിശ്ചയം എടുത്ത് നമ്മളത് ചെയ്തു, ആ പൂജ ചെയ്ത് എഴുന്നേറ്റ അന്ന് വൈകിട്ട് നമുക്കൊരു പനി പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ കിടപ്പിലാകും. പിന്നെ 3 ദിവസത്തേക്ക് നമുക്കത് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പൂജകൾ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് അതിനുള്ളതെല്ലാം വാങ്ങിച്ചു കൂട്ടും. പക്ഷേ ആ സമയം വരുമ്പം നിങ്ങൾക്കൊന്നെങ്കിൽ അസുഖം വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് മുടങ്ങി അത് ചെയ്യാൻ പറ്റാതെ പോകും. ഇതൊക്കെയാണ് രാഹുഭഗവാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതുമാത്രവുമല്ല, നിങ്ങളെ നല്ല ശക്തി, അതായത് സ്വാത്വിക ഗുണമുള്ള ദൈവശക്തികളുമായിട്ട് കമ്പൈൻ ചെയ്യാൻ രാഹുഭഗവാൻ നമ്മളെ വിടില്ല. ഇത് ഉണ്ടാകുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ്സ് ഉള്ള വീട്ടിൽ, അതേപോലെ തന്നെ അഴുക്ക് വെള്ളം, ഇപ്പം നമ്മുടെ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ പോയി ചേരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ, അതേപോലെ തന്നെ കുഴൽക്കിണർ, പൈപ്പ്, ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടെങ്കിലും ആ വീട്ടിലും രാഹുഭഗവാൻ ഉച്ചമായിരിക്കും. ഇനി എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം എന്നുള്ളതാണ് പറയുന്നത്. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാമ്പിൻ്റെ വായാണ്. പാമ്പിൻ്റെ വായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അത് ഓപ്പണാക്കി വെക്കാൻ നമുക്ക് പറ്റും. നമുക്കല്ല, പാമ്പിന് പറ്റും. അതുമാത്രവുമല്ല, എത്ര വലിയ വസ്തുവാണെങ്കിലും അത് അതിൻ്റെ വായ്ക്കുള്ളിലോട്ട് ഉൾക്കൊള്ളിക്കാനും ഈ ഒരു പാമ്പ് ശ്രമിക്കും. ഈ പാമ്പ് അല്ലെങ്കിൽ ഈ രാഹു
ശരണാഗതി അടയുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. കയ്യിൽ കരിമ്പ് പിടിച്ചിരിക്കുന്ന ശക്തികൾ ഏതൊക്കെയാണോ ആ ശക്തിക്ക് മുൻപിൽ രാഹു ഭഗവാൻ ശരണാഗതി അടയും. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു കാര്യത്തിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ കയ്യിൽ കരിമ്പ് പിടിച്ചിരിക്കുന്ന ദേവികളെന്ന് പറയുമ്പം സാക്ഷാൽ കാമാക്ഷി അമ്മ, ലളിതാദേവി, രാജമാതങ്കി ഇവരൊക്കെയാണ്. അതായത് ശ്രീചക്ര പൂജയും നമുക്ക് ഇതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു മോചനം തരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കരിമ്പിൻ ജ്യൂസിന് നമ്മുടെ ഈ വക എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ സാധിക്കും. ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ രാജരാജേശ്വരി, കാമാക്ഷി, ലളിതാദേവി, മാതങ്കി ദേവി ഇവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അതായത് ശ്രീചക്ര പൂജ ചെയ്യുക, ലളിതാ സഹസ്രനാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങിയാൽ 1-2 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടസ്സപ്പെട്ടു പോകും. പക്ഷേ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നമ്മളത് ചെയ്തിരിക്കണം. ചൊല്ലാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും വീട്ടിലത് പ്ലേ ചെയ്ത് കേൾക്കുകയെങ്കിലും വേണം. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പീരിയഡ്സ് വന്നാലും അത് പ്രശ്നമാക്കണ്ട, നമ്മൾ പ്ലേ ചെയ്ത് കേൾക്കണം. ഒരു 11-21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീചക്ര പൂജയും ലളിതാ സഹസ്രനാമം നിലവിളക്ക് കൊളുത്തി ചൊല്ലാനുമൊക്കെ സാധിക്കും. ഇനി ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരഭേശ്വര ക്ഷേത്രത്തിൽ പോയി ശരഭേശ്വര വഴിപാട് കഴിപ്പിക്കണം. ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ശരഭേശ്വരൻ. എന്തുകൊണ്ടാണ് ശരഭേശ്വര പരിഹാരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാത്വിക ഗുണങ്ങളിൽ ശൈവരിൽ ശിവഭഗവാനെ ഉൾക്കൊണ്ടുകൊണ്ടും വൈഷ്ണവരിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉൾക്കൊണ്ടുകൊണ്ടും വരുമ്പം ശിവഭഗവാനും സാക്ഷാൽ നരസിംഹമൂർത്തിയുമാണ് ഉഗ്രമായിട്ടുള്ള ദൈവങ്ങളെന്ന് പറയുന്നത്. ഈ 2 ഉഗ്ര ദൈവങ്ങളും കൂടി ചേർന്നുണ്ടായിട്ടുള്ള മൂർത്തിയാണ് ശരഭേശ്വര മൂർത്തി. അതായത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭഗവാൻ. നമ്മുടെ വീടിനടുത്ത് എവിടെയാണോ ശരഭേശ്വര ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാഹുകാല സമയത്ത് നമ്മൾ പോയിട്ട് കരിമ്പിൻ ജ്യൂസും തേങ്ങാപ്പാലും അഭിഷേകത്തിനായിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരിമ്പിൻ ജ്യൂസ് കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചാലും മതിയാവും. അത് വാങ്ങിക്കുമ്പോൾ അവരോട് നാരങ്ങ അതിൽ പിഴിഞ്ഞൊഴിക്കരുതെന്ന് പറയണം. അങ്ങനെയല്ല, കരിമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ജ്യൂസാക്കി എടുക്കാൻ പറ്റി അത് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കൊണ്ടുകൊടുക്കാം. അതേപോലെ തേങ്ങാപ്പാലെന്ന് പറയുമ്പം തേങ്ങ നമ്മൾ വെള്ളമൊഴിച്ച് പാലാക്കരുത്, പകരം തേങ്ങാ വെള്ളം, അതായത് ഇളനീര്, കരിക്കും വെള്ളം ഒഴിച്ച് നമ്മൾ തേങ്ങാപ്പാലടിച്ച് പിഴിഞ്ഞ് അതെടുത്ത് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇത് രണ്ടും ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇത് തുടർച്ചയായി 8 ഞായറാഴ്ചകളിൽ നമ്മൾ ചെയ്യണം. 8 ഞായറാഴ്ചകളിൽ ചെയ്യണം എന്ന് പറഞ്ഞാലും ആദ്യത്തെ ഒരു ഞായറാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ഭഗവാന് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു രാഹു ഭഗവാന്റെ ദോഷം നിങ്ങളുടെ വീട്ടിൽ നിന്നും പതിയെ കുറയുന്നത് കാണാം. പ്രത്യേകിച്ച് വൃശ്ചിക രാശി വൃശ്ചിക ലഗ്നം, മകരരാശി മകരം ലഗ്നം, കുംഭരാശി കുംഭം ലഗ്നം. അതായത് ലഗ്നാധിപതി നിങ്ങൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു ലഗ്നം, അതായത് നമ്മൾ ജനിച്ചിരിക്കുന്ന രാശികളുണ്ടല്ലോ, വൃശ്ചികം മകരം കുംഭം, അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളും ലഗ്നം വൃശ്ചികം മകരം കുംഭമായിട്ടുള്ള നക്ഷത്രങ്ങളും ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കിത് വളരെയധികം ഇഫക്റ്റീവായിട്ട് ഈ ഒരു രാഹുവിൻ്റെ പ്രശ്നമുണ്ടായിരിക്കും. ശരഭേശ്വര ക്ഷേത്രം വീടിനടുത്തില്ല എന്ന് പറയുന്നവർക്ക് വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരഭേശ്വരന് ചെയ്യേണ്ടുന്ന ഒരു വഴിപാടാണിത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ലളിതാ സഹസ്രനാമ പാരായണവും ശ്രീചക്രം വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പൂജയുമാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. അതിലും ഇഫക്റ്റീവായിട്ടുള്ളതാണ് ഈ ശരഭേശ്വര അഭിഷേകം എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തതിൻ്റെ ഫലം കിട്ടിയെന്നുള്ളത് മനസ്സിലാകുന്നത്. നമ്മുടെ വീട്ടിൽ കുരുവികളുടെ സാന്നിധ്യമുണ്ടാകും, അതായത് വളരെ കുഞ്ഞു കുരുവികൾ. ഒപ്പം തന്നെ ചിത്രശലഭങ്ങൾ, ഒരുപാട് ചിത്രശലഭങ്ങൾ നമ്മളെ ചുറ്റി, നമ്മുടെ വീട് ചുറ്റി
വരും. അതുമാത്രവുമല്ല, പശു സ്വയമേവ നമ്മുടെ വീട് തേടി വരിക, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഗേറ്റിനോ അല്ലെങ്കിൽ ഗേറ്റിനുള്ളിലോട്ടോ ഒക്കെ വരിക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ രാഹു ഭഗവാന്റെ ആക്ടിവേഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ വീട്ടിലാണോ പൂജയ്ക്ക് ശേഷം വഴക്കുണ്ടാകുന്നത്, ചെയ്യുന്ന പൂജകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്, ക്ഷേത്ര ദർശനം സമാധാനത്തോടുകൂടി ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ വീട്ടിൽ രാഹു ഭഗവാൻ ആക്റ്റീവാണ്. അവർ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ ഇതൊക്കെയാണ്. അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ വീട്ടിൽ രാഹു ഭഗവാന്റെ ആക്ടിവേഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.